പാർക്ക് ചെയ്ത് പോലീസുകാരൊന്ന് ഫൈൻ അടിച്ചിട്ട് വരും, നമുക്ക് പ്രശ്നമില്ല. ആഹാ മഴ. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പലർക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് മോഡിഫൈ ചെയ്യുക. വലിയ ആയിട്ടല്ല, എന്നാലും കുറച്ച് അവരുടേതായ ടച്ചുകൾ കൊടുക്കുക. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് പിടിക്കുക എന്നുള്ളത് വേറെ കേസ്. അതല്ലാണ്ട് മെക്കാനിക്കല് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ടെൻഷനാണ്. ബട്ട് ഡോണ്ട് വറി, കൺസെപ്റ്റ്സ് ബൈ ഇൻജിയോൺ കിയ. എന്തെങ്കിലും ടോപ്പിക് പറ. അപ്പൊ ഏതാണ് ഈ വണ്ടി? കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുന്നത്. ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കും നമ്മൾ പക്ക ഒരു സ്റ്റോക്ക് വണ്ടി എന്നല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ കുറച്ച് വർക്കുകളും കുറച്ച് ടേസ്റ്റുകളും ടച്ചുകളും ഒക്കെ ചെയ്തിട്ടുള്ള ഇൻജിയോൺ കിയയുടെ ഒരു കൺസെപ്റ്റാണ് ഈ സോണലിൽ ഇതാണ്. ആസ്തെറ്റിക്കലി നമ്മൾ പറയുമ്പോൾ കസ്റ്റായിട്ടുള്ള RGB DRLs, അതേപോലെ കാർബൺ ഡിപ്ഡ് സ്പ്ലിറ്റർ ലിപ്സ് കാര്യങ്ങൾ, പിന്നെ ഒരു അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല നീറ്റായിട്ടുള്ള നിയോയുടെ വീല്, അത്യാവശ്യം വൈഡാണ്, കുഴപ്പമില്ല. പിന്നെ ഒരു ബാറ്റ്മാൻ്റെ മിറർ, പിന്നെ അത്യാവശ്യം അലമ്പില്ലാത്ത ഒരു നല്ല സൈഡ് പാർഷ്യൽ റാപ്പ് ഉണ്ട്. പിന്നെ റൂഫ് റാക്ക്, ഇന്റീരിയർ വൈസ് കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും, കുറച്ച് കളർ കോംബോ, അതേപോലെ ആംബിയൻ ലൈറ്റിങ്, അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അധികമായിട്ടുള്ള മോഡിഫിക്കേഷൻ അല്ലാണ്ട് കുറച്ച് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ, പുതിയൊരു വണ്ടിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചെറിയ ടച്ചിങ്ങുകൾ, കുറച്ച് ടേസ്റ്റ്, കുറച്ച് ആക്സെൻസ് അത്ര ഇതിൽ പ്രൊവൈഡ് ചെയ്യണം അവർ. അലവിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാലിപ്പർ, ഒരു പെയിന്റഡ് കാലിപ്പർ, അത്യാവശ്യം നല്ലൊരു നീറ്റ്ലി ചെയ്താണ് ഒരു വണ്ടി പോലെ കിട്ടും, ഒരു നീറ്റ് ബിൽഡ്. പെർഫോമൻസ് വൈസ് ആകുമ്പോൾ ഒരു BMCയുടെ എയർ ഫിൽറ്റർ, ഒരു റീമസ് വാലട്രോണിക് എക്സോസ്റ്റ്, അത് കമ്പനി എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ വേറെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റീമസിന്റെ വാലട്രോണിക് എക്സോസ്റ്റ്, കാറ്റ് ബാഗ് ആണ്, മറ്റേ D-Cat അല്ല. പിന്നെ തരക്കേടില്ലാത്തൊരു എൻജിൻ ട്യൂബും, എല്ലാം കൂടെ ഒരു സെറ്റ് സാധനം. ഓക്കെ ഹായ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻജിയോൺ കിയ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്ന വണ്ടിയാണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ അവരൊരു പുതിയ കൺസെപ്റ്റാണ്. ഇങ്ങനെ നോർമലി നമുക്ക് ഇങ്ങനെ ഷോറൂമിൽ നിന്നൊക്കെ ഒരു വണ്ടി കിട്ടുമ്പോൾ പക്കാ സ്റ്റോക്ക് ആയിരിക്കും, ഒരു ടോപ്പ് എൻഡ് വണ്ടി, അടിപൊളി ലക്ഷറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മോഡിഫിക്കേഷനോ സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു വണ്ടി പുതിയതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടാവും. നിനക്ക് ആഗ്രഹമില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കല്ല അല്ല. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാരെന്നോ അല്ലെങ്കിൽ വലിയ മോഡിഫിക്കേഷൻ താല്പര്യമുള്ളവരെന്നല്ല, എന്ത് വണ്ടി എടുക്കണവർക്കായാലും കുറച്ചൊക്കെ ആഗ്രഹം ഉണ്ടാവും. അവിടെ ഇവിടെ സ്റ്റിക്കർ അടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫോഗ് ലാമ്പ് വയ്ക്കണം, അത് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ജയിലിൽ നടക്കില്ല, പുറത്ത് പോയിട്ട് ചെയ്യണം, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പുറത്ത് കൊണ്ടുപോയി ചെയ്യുമ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ അക്രമം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലീസിൻ്റെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നാൽ വാറണ്ടി ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറേ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കണ്ടേ. അതല്ലാണ്ട് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റോക്കായിട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു കൺസെപ്റ്റാണ് അവരുടെ. അവർ തന്നെ ചെയ്ത് ഇറക്കണ വണ്ടികളാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൈ ഔട്ട് അല്ലെങ്കിൽ ഒരു ഡെമോ കാർ പോലെ നമുക്കൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കാൻ തന്ന സാധനമാണ് ഇത്. ഇപ്പം നിലവിൽ ചെയ്തതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തെറ്റിക് വൈസ് ആയിട്ട് ആ ഫ്രണ്ടിലെ DRL, കാർബൺ ഡിപ്ഡ് ആയിട്ടുള്ള സ്പ്ലിറ്റർ ലിപ്സ് കാര്യങ്ങളൊക്കെ, ബാറ്റ്മാൻ മിറർ, സൈഡിലൊരു പാർഷ്യൽ റാപ്പ്, റൂഫ് റാക്ക്, ഈ ഇന്റീരിയറിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്യുവൽ ടോൺ ഇന്റീരിയർ, പിന്നെ ആംബിയൻ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ആസ്തെറ്റിക്കലി ചെയ്തതാണ്. ആസ്തെറ്റിക് മോഡ് മാത്രമല്ല, പെർഫോമൻസിന്റെ പരിപാടി ഉണ്ട്. വോൾഫിന്റെ കസ്റ്റം ടൂൺ ഇട്ടുണ്ട്. സ്റ്റോക്കിൽ ഏകദേശം 118 BHP ആണ്. ഇപ്പൊ ഡൈനോ ചെയ്തിട്ടില്ല, പക്ഷെ ആ മാപ്പിന്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഒരു 20 BHP-യോളം കിട്ടുമെന്നാണ് പറഞ്ഞേ. എന്നാലും അത് അല്ല, ഡൈനോ ഇല്ലാണ്ട് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഓടിക്കാൻ സെറ്റപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസമാണ്. കുത്തി പോവാ. അവരിത് ഡീസലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡീസലിൽ മാനുവലും കിട്ടും. പെട്രോളോ മാനുവൽ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പെട്രോളില്ല, ഡീസലാണോ മാനുവൽ? ഇത് പെട്രോള്. ഈ വാലോട്രോണിക് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഈ ഭയങ്കര സൈലൻസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രസമാണ്. അപ്പൊ കാണിച്ചു തരാട്ടെ, ഗ്യാപ്പ് കിട്ടട്ടെ.
വീഡിയോ ആണല്ലേ? വീഡിയോ ആണ്. സെറ്റ് പോട്ടെ. എന്താണ്ടൊക്കെ എവിടെയാണ്ടൊക്കെ ഓടിക്കളിക്കണ്ടല്ലോടാ. ബാഗാടാ. റൺ മാച്ചിങ് കിട്ടും. ഇതാ രസം, ഈ ഒരു വലിച്ചിലെ രസം. ഇതാ രസം. രസം പക്ഷേ അപ്പടിയൊന്നും സ്വല്ലാതടാ. സ്പേസ്. ഓ വലിച്ച പിടിക്കോ? അപ്പൊ കുറച്ചാൾ മുമ്പ് നമ്മുടെ ഇന്ത്യൻ കെയിലെ ജിബിൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മളെ, പുള്ളി മാർക്കറ്റിങ്ങിന്റെ ഒരു ഏതോ സാറാ. അപ്പൊ പുള്ളിയാണ് കോണ്ടാക്ട് ചെയ്ത് തന്നിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഉണ്ടാക്കടാ ഒച്ചുണ്ടാക്കല്ലേ. വെറുതെ അല്ല, ഫ്രണ്ടില് വണ്ടി ഉണ്ട്. ഫ്രണ്ടില് സെൻസർ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ ജിബിൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇതേമാതിരി ഒരു വണ്ടി ഉണ്ട്, ഒരു കൺസെപ്റ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇന്നൊരു ഡേറ്റ് തന്നു. അങ്ങനെ ഇന്ന് അവിടെ ചെന്നതിനപ്പോൾ ഇതെന്ത് പുതിയ പുതിയ സൗണ്ടൊക്കെ ഇവിടെ കുത്തി, ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ നോക്കാം, അവിടെ കുത്തി കുത്തി കളിക്കണ ഒന്നാനെങ്ങാണ്ട് ഞാൻ ഒന്ന് എടുത്തോട്ടെ. എയർ പ്യൂരിഫയർ. അപ്പൊ നമ്മൾ ഇന്ന് പോയി. അങ്ങനെ അവിടെ റോണി എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേട്ടാ. ഞാൻ ഈ മൈക്കൊക്കെ ഒന്ന് മാറ്റണുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോൾ റോണി എന്ന് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിനുള്ള കാരണം, എന്തുകൊണ്ട് ഈ കൺസെപ്റ്റിങ്ങിന് ഒരു സാധനം ചെയ്യാൻ അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവർ ഉദ്ദേശിക്കണ എന്താ വെച്ചാൽ ഒരു 20-25 പീസ് മാത്രമേ അത് ലിമിറ്റഡ് ആയിട്ട് ഇറക്കുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഒരു ആൾക്കാരുടെ ഒരു അക്സെപ്റ്റിംഗ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കണ്ടിട്ട് ഇനി അവരുടെ ബാക്കി വണ്ടികൾ ക്യാരൻസിലായാലും ബാക്കി വണ്ടികൾ സെൽട്ടോസിലൊക്കെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കസ്റ്റം ഫീച്ചേഴ്സ് വരും. അപ്പോൾ നമുക്ക് തന്നെ യൂസേഴ്സിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ആവശ്യമുള്ള എന്താ പറയുക പാക്കേജുകൾ, ഇഷ്ടമുള്ള കളറുകൾ, ഇഷ്ടമുള്ള ഇതിൽ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും ഭാവിയിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പം നിലവിൽ ഈ പറഞ്ഞ ഒരു സെറ്റപ്പിൽ ഈ ഒരു ബ്ലൂ റാപ്പ് ആ ഒരു ആക്സിഡന്റിലാണ് വണ്ടി ഈ നിലവിലുള്ള കണ്ടീഷനിൽ തന്നെയായിരിക്കും. ഇങ്ങനത്തെ ഒരു 20-25 പീസ് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറക്കായിരിക്കും ചാൻസ്. ഇപ്പോഴത്തെ അതായത് ഫസ്റ്റത്തെ ഈ വണ്ടി വരുന്നുണ്ടല്ലോ, ഈ വണ്ടി വരണേല് ഇവര് പറഞ്ഞനുസരിച്ച് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള ആക്സറീസും കാര്യങ്ങളാണ് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് അപ്പോ ആ വില മാത്രമേ അതിന്റെ കൂടെ അഡീഷണൽ വരുള്ളൂ. അതായത് ഈ വണ്ടിയുടെ ഇതിപ്പോ ടോപ്പ് സ്പെക് മോഡലാണ്, അതിന്റെ കൂടെ അത്ര രൂപയെ വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആളിപ്പോ പറഞ്ഞത് ഇവര് ഓണത്തിന്റെ എന്തോ ഒരു ഓഫറിന്റെ കാര്യം പറഞ്ഞു. അത് വെച്ചിട്ട് നേരെ പകുതി 1 ലക്ഷത്തിന് ഡിഫറൻസ് അങ്ങാണ്ട് വരണുള്ളൂ എന്ന് പറഞ്ഞു, ഈ എല്ലാ സ്പെക്കും കൂടെ ആയിട്ടും. എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. കാരണം നമുക്ക് പുറത്തൊക്കെ പോയിട്ടൊരു വാലോട്രോണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും നല്ല അടിച്ച് കിട്ടും, ഫൈൻ അടിച്ച് കിട്ടും. അപ്പൊ ഇതാവുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ലൗഡും അല്ല, നമുക്ക് അത്യാവശ്യം ഒരു വൈബാണ്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്കൊരു ഇത്തിരി സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് സംഭവം എല്ലാവരും ഭയങ്കര അലമ്പ്, എന്തിനാ സൗണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഒന്നുമില്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോഴും എന്തെങ്കിലും സൗണ്ട് ഉള്ളപ്പോൾ ഓടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. ഈ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർ, അതൊരു എന്റർടൈൻമെന്റ് പോലെ കാണുന്നവർക്ക് മനസ്സിലാവും എന്തോരം ഡിഫറൻസ് ഒരു ചെറിയൊരു ഗ്രൗളിങ് അല്ലെങ്കിൽ ചെറിയൊരു എഞ്ചിൻ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതെന്തോരം ഡിഫറൻസ് ഉണ്ടാക്കുന്നുള്ളത് അത് വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെ അറിയാവുന്ന കേസാണ്. അത്രയും രൂപയ്ക്ക്, അതായത് അത്രയും രൂപയാണ് ചെലവ് വരുന്നെങ്കിലും ഞാൻ പറയാം ജസ്റ്റിഫയബിൾ ആണ്. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ട്യൂൺ ചെയ്യാനും ഒക്കെ പോവാണെങ്കിൽ തന്നെ നമുക്ക് കസ്റ്റം ട്യൂണാണ്, അതായത് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ട്യൂണാണ്. അതെ, അല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്യൂൺ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്ന പരിപാടിയല്ല. നമുക്കൊരു വണ്ടി എത്ര പൈസയുള്ള വണ്ടി എടുത്ത് നമ്മൾ നേരെ പോയിട്ട് ട്യൂൺ ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ നമുക്കും ടെൻഷനുള്ള കാര്യമാണ്. അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും, ചിലപ്പോൾ മെക്കാനിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാം. 100% ഷുവർ അല്ലല്ലോ പണി കിട്ടാം. ഇവിടെ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. കമ്പനി അവർ തന്നെ പറഞ്ഞു രാവിലെ റോണി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്,
അവർ തന്നെ മാറ്റി കൊടുക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ഇതിൽ അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും. അവർ തന്നെ വാറണ്ടിയിലൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആഡഡ് പോയിന്റ് അല്ലേ. നമുക്ക് പുറത്ത് പോയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് പോയിട്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പൈസ മുടക്കി നമ്മൾ ചെയ്യണേ. ചെയ്ത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമവും. പിന്നെ വീണ്ടും പൈസ ചിലവാക്കണം. ഷോറൂമിൽ കൊണ്ടുവന്നാൽ അവർ പറയും ഞങ്ങൾ തൊട്ടല്ലേ, ഞങ്ങൾ തന്നപ്പോൾ ഇങ്ങനെ അറിഞ്ഞില്ല വണ്ടി, ഞങ്ങൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അതെ, ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ വരണം. എങ്ങനെ ഇങ്ങനെ എല്ലാവരും ചെയ്യണം എന്റെ. അതെ, ഞാനും പണ്ട് ആലോചിച്ചായിരുന്നു ഇങ്ങനെ കമ്പനികൾക്ക് തന്നെ എന്തായാലും കേരളത്തിലുള്ള ആൾക്കാർ കുറെ പൈസ മുടക്കി മോഡിഫൈ ചെയ്യും, ഉറപ്പാണ്. എന്ത് വണ്ടി ഇതിപ്പോ എന്ത് വന്നു കഴിഞ്ഞാലും ഏത് വണ്ടി ഇപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു എന്നിട്ട് ലോകത്തിലെ അഗ്ലിയസ്റ്റ് കാർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ചെയ്തായിരുന്നില്ല മറ്റേ ഒരു വണ്ടിയുടെ. അപ്പൊ അതിലൊരു കമന്റ് ഒരു പുള്ളി ഒരു സെക്കൻഡ് ഇട്ടായിരുന്ന അത് കേരളത്തിൽ കൊണ്ടുവരണമായിരുന്നു. കേരളത്തിലെ പിള്ളേർ സെറ്റാക്കി കൊടുത്തന്നെ. അതാണ് എന്ത് വണ്ടി വന്നാലും ഇവിടെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുക്കും. അപ്പോൾ മോഡിഫിക്കേഷനും അങ്ങനെയുള്ള ഓൾട്രേഷനും ഒക്കെ കൂടുതൽ പൈസ ചിലവാക്കണ നാട്ടിൽ ഇത് തന്നെ കമ്പനിയും ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും അവർക്കൊരു പ്രോഫിറ്റബിൾ ആയിരിക്കും. ഞാൻ വരും ചേട്ടാ ഇത്തിരി ഗ്യാപ്പ് വരും, അവർക്ക് ഇത്തിരി പ്രോഫിറ്റബിൾ ആവുന്നുള്ള ഒട്ടുമിക്കത് ഷുവറാണ് ഇവിടെ തന്നെ. കാരണം അല്ല ഒരുപാട് വണ്ടി ഒന്നും വരുന്നുണ്ട്, കുറച്ച് വണ്ടികളുള്ളൂ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് എടുക്കാം. അങ്ങനെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ ഇറക്കാം. അതായത് വെച്ചാൽ കുറെ പേര് ഈ പൈസ ഉള്ളവരാണെങ്കിലും ഇതിനോട് അത്രയ്ക്ക് അങ്ങ് ക്രൈസ് ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മടിയായിരിക്കും, എവിടെ പോയി ചെയ്യണം, റിസ്ക്കും ടെൻഷനും ഉണ്ടാവും. ഇനിയിപ്പോൾ ചെയ്തിട്ട് വല്ല സീൻ വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. ഇതാകുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നേരെ ഫാക്ടറിയിൽ നിന്ന് ഇറക്കണം എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുക. ഹാപ്പി. അതെ, നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. അതെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വണ്ടി കിട്ടുക എന്നുള്ളത് ഭയങ്കര കാര്യം. അത് കളർ ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ലാമ്പ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം. അതെ, ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവാണ്. സക്സസ് ആവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കസ്റ്റമൈസേഷൻ കൊണ്ടുവരാൻ അവർക്കും ഇൻട്രസ്റ്റ് ആവും. ബാക്കി ടീമുകളായാലും ചെയ്യും. സംഭവം വേറെ ടീമുകൾ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡ് അങ്ങനത്തെ സ്പോർട്സ് കാർ വണ്ടികളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സ്പോർട്സ് കാർ വണ്ടികൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ കോലത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവര് ചെയ്യുന്നുണ്ട്, അവരിങ്ങനത്തെ ഇനിഷ്യേറ്റീവ് ഒക്കെ നേരത്തെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അതായത് ജനറൽ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ അതായത് കുറച്ചും കൂടി ഒരു എക്കണോമി ആയിട്ടുള്ള എക്കണോമി മാത്രമല്ല, നമ്മളൊരു ഫാമിലി കാർ. ഇപ്പൊ ഈ രാവിലെ റോണി ചേട്ടൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പം നിലവിൽ ആളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നിലവിൽ ഇതൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫാമിലി കാർ, എല്ലാവർക്കും ഒരു കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഫാമിലി കാർ, അല്ലെങ്കിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാമിലി കാർ, നല്ല കാമൻ കോയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു ഫാമിലി കാർ. പക്ഷെ ആള് ഇത് ഈ കൺസെപ്റ്റ് ആലോചിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ സൗണ്ടും കുറച്ച് അടിച്ചുപൊളിയായിട്ട് നടക്കുന്ന പിള്ളേരുണ്ടാവില്ല, കുറച്ച് ചെറുപ്പക്കാർ, അവരിലേക്കും കൂടെ ഇങ്ങനെ ഒരു വണ്ടി എത്തിക്കുക. ഇതിന് ഇങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ട്, ഇതും കേപ്പബിൾ ആണ് വണ്ടി എന്ന് കാണിക്കുക. അതാണ് ആളുടെ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഐഡിയ ആള് പറഞ്ഞത്. അപ്പൊ നല്ലൊരു കാര്യമായിരുന്നു. സൗണ്ട് കിട്ടൂടെ, അത് നല്ല സൗണ്ടാ. ഞാൻ ഈ എക്സോസ്റ്റ് ചെയ്യുമ്പോഴേ മറ്റേ ഹോണ്ട നമ്മുടെ ഇതിലൊക്കെ ചെയ്യില്ലേ, സിവിക്കിലൊക്കെ ചെയ്യില്ലേ എക്സോസ്റ്റ് ചെയ്യും. അപ്പൊ ചെയ്യുമ്പോ എന്നെ എറി കയറ്റുന്നത്. പക്ഷെ അതിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൗഡായിരിക്കും, ഭയങ്കര അബ്നോഷ്യസ്ലി ലൗഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലൗഡായിരിക്കും. പെട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ പുട്ട് നമുക്ക് കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ വെറുപ്പിരായി തുടങ്ങും. അതാണ് ഇലക്ട്രോണിക്കിന്റെ ഗുണം. ആവശ്യമില്ലാതെ ഓഫ് ചെയ്തിടാം. എന്നാലും ഓണായിരിക്കുമ്പോഴായാലും അത്ര മോശം സൗണ്ട് അല്ലല്ലോ. ഇത് സഹിക്കോളാ, അടുത്ത് പോയി നിന്നാൽ പോലും ചെയ്യത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗ്രൗളിങ് മാത്രമേ ഉള്ളൂ. ക്യാറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരില് വാലട്രോണിക്ക് ചെയ്ത് ക്യാറ്റ് ബാക്ക് ഡി ക്യാറ്റ് അല്ലേ ഇതിനെ. ക്യാറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇതിൽ ചെയ്തത്. അപ്പോൾ പൊല്യൂഷൻ നോംസിന് വലിയ ഇഷ്യൂ ഇല്ല. അതേപോലെ വലിയ ലൗഡായിട്ടുള്ള സൗണ്ടും ഇഷ്യൂസ് ഒന്നും ഇല്ല. ഒരു ചെറിയൊരു ഗ്രൗളിങ് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. ഹാൻഡ്ലിങ് അത്യാവശ്യം കൊള്ളാം. കണ്ടോ, രസമാണ്, എന്റർടൈൻമെന്റ് ആണ് സാധനം ഓടിക്കാൻ. അപ്പൊ അങ്ങനെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഇഷ്ടക്കേട്ടുണ്ടാവും. എന്നാലും മെജോറിറ്റി ആൾക്കാർക്കും അതെ ഓഫ് ആവശ്യമുള്ള ഇഷ്ടമില്ലാത്തവർക്ക് വരുമ്പോ ഓഫ് ചെയ്തിടാ. അങ്ങനെയല്ല, വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞേ. പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൗണ്ടും ഇല്ല. അത് പുറത്തിപ്പോ നമ്മള് പുറത്ത് അടുത്ത് പോയി നിന്നാൽ പോലും നമുക്ക് അത്ര സൗണ്ട് ചെയ്യുമോ തന്നെ സൗണ്ട് അത്ര അങ്ങനെയൊന്നും ഇല്ല.
ഒരു ബാസും ഒരു ഗ്രൗളിങ്ങും അത്രേ ഉള്ളൂ. ചെറുപ്പക്കാരൊക്കെ കാർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, അവർക്ക് ഈ സൗണ്ട് വേണ്ടായിരിക്കും. അങ്ങനെയുള്ളത്. അതെ, ഇനിയിപ്പോ നമുക്ക് ഓടിക്കാം. അപ്പൊ എന്താ വെച്ചാൽ ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വണ്ടി മേടിക്കണമെന്നോ അല്ലെങ്കിൽ വണ്ടി മേടിക്കാനായിട്ട് നിൽക്കുക, ഏത് വണ്ടി മേടിക്കണം എന്നുള്ളതിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി മേടിക്കാൻ നിൽക്കുക, അങ്ങനെയാണെങ്കിൽ വേഗം വീട്ടുകാരെ പറഞ്ഞ് കുഴി ചാടിച്ചു, ഇത് തന്നെ എടുത്തോ, കൊള്ളാം. ഇതാവുമ്പോ അപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ പോയിട്ട് സൗണ്ട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അമ്മമാര് തലക്കടിക്കും. ഇതാകുമ്പോ കുഴപ്പമില്ല, ഇത് വണ്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കിയപ്പോ തന്നെ ഇങ്ങനെയാണ് സൗണ്ട് ഇത്തിരി കൂടുതലാണ്, കമ്പനിയിൽ നിന്ന് സൗണ്ട് ഇത്തിരി കൂടുതലായിട്ട് അവരുണ്ടാക്കിയാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മതി. എടാ സമയം ഓറയിലൂടെ കൊടുക്കേണ്ടത്, നമുക്ക് ആ ചേട്ടൻ ഒന്നുകൂടി വിളിച്ചിട്ട് ഒരു നാളെ തന്നാ മതി ചേട്ടാ ചോദിച്ചാലേ. അയ്യോ അത് പറഞ്ഞില്ല അല്ലേ. ആ ഹലോ ഗൈസ്, ഇത് അപ്പോ ഇത് നമ്മുടെ കൂടി നടന്ന ചേട്ടന്മാരാണ് ജയകൃഷ്ണൻ, സന്ദീപ്. ഞാൻ പറയാൻ പോയത് പേരാലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ജയകൃഷ്ണൻ, സന്ദീപ് രണ്ടുപേരും നമ്മുടെ ചേട്ടന്മാരാണ്. ഹെൽപ്പ് ചെയ്യാൻ വന്ന വീഡിയോ ഒക്കെ എടുത്തു തരാനായിട്ട്. ഈ ജയകൃഷ്ണന്റെ വേറെ ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ലിങ്ക് കൊടുത്തേക്കാം, കണ്ടോക്ക്. ഗംഭീര റിവ്യൂ ഒക്കെ ഇടാള് സീന. പുള്ളി എന്നിട്ട് ഫോട്ടോഗ്രാഫി, നിങ്ങൾക്ക് ആരെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ്.